അപ്പം ഏത് ഒക്കെ ലക്ഷണങ്ങൾ ശരിക്കും ഒരു ഹാർട്ട് അറ്റാക്കിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്? ഒരു ഡിഫൈൻ ചെയ്യാൻ കുറച്ച് പാടാണ്. നമ്മൾ ഹിന്ദി സിനിമയിൽ കണ്ടിട്ടുണ്ട്, കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വീണ്. അതാണ് ക്ലാസിക്കൽ ഹാർട്ട് അറ്റാക്ക്. ഓക്കെ. അഞ്ചൈന എന്ന് പറയുന്നത്, അഞ്ചൈന എന്ന് പറഞ്ഞാൽ ആക്ച്വലി ദ ടേം മീൻസ് ചോക്കിങ്. അതാണ് സെൻസേഷൻ, അത് ക്ലാസിക്കൽ. അത് സാധാരണ വരാറുണ്ട്. ഈ ഗ്യാസ് എന്ന് പറയുന്നത് വലതുവശത്തുള്ള രക്തധമനി ഇൻവോൾവ് ആകുമ്പോഴാണ് ഈ ഗ്യാസ് പോലെ കയറി വരുന്നത്. തോളിലോട്ട് വരുന്നത് ഇടതുവശത്തുള്ള രക്തധമനിയോ വലതുവശത്തുള്ള ഏതാവാം. തോളിലോട്ട് വരാം, ജോയിലോട്ട് പോവാം, ഫിംഗേഴ്സിലേക്ക് വരാം. ചിലപ്പോൾ ഫിംഗറിൽ മാത്രം വരും, ചിലപ്പോൾ ജോയിൽ മാത്രം വരും, ചിലപ്പോൾ നെഞ്ചിൽ ഭാരം വെച്ച പോലെ വരും ക്ലാസിക്കലായിട്ട്, ചിലപ്പോൾ ഷോൾഡേഴ്സിലേക്ക് വരും. എന്തും നിങ്ങൾ ഒരു സസെപ്റ്റിബിൾ ഗ്രൂപ്പ് ആണെങ്കിൽ, ഈ പ്രശ്നങ്ങൾ എന്തെങ്കിലും പെർസിസ്റ്റൻ്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ വേഗം ഡോക്ടറെ അടുത്ത് പോകണം. അതല്ല ഇപ്പോൾ ഒരു 30 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് നെഞ്ചിൽ ഭാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും എന്തെങ്കിലും വേറെ പ്രശ്നം എന്ന് പറയുള്ളൂ. പക്ഷേ 65 വയസ്സുള്ള സ്മോക്കറായിട്ടുള്ള ഒരു അഡൾട്ട് മെയിലിന് ഇങ്ങനത്തെ സിംറ്റംസ് ഈവൻ എറ്റിപ്പിക്കലായിട്ട് വരികയാണെങ്കിലും യു ഷുഡ് ഹാവ് എ കാർഡിയാക് ഇവാലുവേഷൻ. വളരെ അൺഫോർഗിവിങ് ഡിസീസാണ് ഹാർട്ട് ഡിസീസ്. അത് വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ കൊണ്ടുപോകും, അല്ലെങ്കിൽ ദേ മേക്ക് യു സോ ഡെബിലിറ്റേറ്റഡ്. അത് കാരണം നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ജീവിതം വളരെ മോശം. അതുകൊണ്ട് സിംറ്റംസ് എത്ര എറ്റിപ്പിക്കലായാലും ഇതെങ്ങനെയൊക്കെ സംഭവിക്കാം എന്ന് പറഞ്ഞതൊക്കെ ശരിയാണ്. നിങ്ങൾ സസെപ്റ്റിബിൾ ഗ്രൂപ്പിലാണെങ്കിൽ നിങ്ങൾ പോയി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം.